കേരളത്തിൽ ആട്, തേക്ക്, മാഞ്ചിയം മുതൽ 15% പലിശ, 20% പലിശ, നോട്ടിരട്ടിക്കൽ, പാതിവിലയ്ക്ക് സ്കൂട്ടർ ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു തട്ടിപ്പെങ്കിലും കാണും. ലക്ഷ്മി മേനോൻ, സരിത നായർ, മോൻസൺ മാവുങ്കൽ, സ്വപ്ന, ടോട്ടൽ ഫോർ യു, അനന്തകൃഷ്ണൻ, പോപ്പുലർ, നെടുമ്പ്രം സഹകരണ ബാങ്ക് തട്ടിപ്പ്, തരികിട, അങ്ങനെ പട്ടിക നീളുന്നു. കേരളത്തിലെ ജനങ്ങൾ എത്ര കൊണ്ടാലും കണ്ടാലും പഠിക്കില്ല. കേരളത്തിൽ 2 മാസത്തിൽ ഒരു തട്ടിപ്പ് വന്നാലും വീണ്ടും അതിൽ പോയി തലവെച്ചു കൊടുക്കും. വിർച്വൽ അറസ്റ്റ് പോലും എത്ര തവണ പല വീഡിയോകൾ പോലും കണ്ട് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും എന്തെങ്കിലും തട്ടിപ്പ് കാണുമ്പോൾ കൃത്യം മലയാളിയുടെ മനസ്സിന് നിറം മാറും. എന്താണ് കേരളത്തിൽ ഇത് നടക്കുന്നത്? കേരളത്തിലേത് ആസ്പിറേഷൻ കൂടുതലും സാമ്പത്തിക കപ്പാസിറ്റി കുറവുമുള്ള ഒരു കൺസ്യൂമർ സമൂഹമാണ്. ഒരു കൺസ്യൂമർ സ്റ്റാറ്റസ് കോ സമൂഹത്തിൽ കുളിച്ചില്ലെങ്കിലും തോർത്ത് പുരപ്പുറത്ത് കിടക്കണം എന്ന സമീപനം കൂടി വരികയാണ്. അതായത് മറ്റുള്ളവരെ ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നിപ്പിച്ചും ബോധ്യപ്പെടുത്തിയും ജീവിച്ചു പോരണമെന്ന് സാരം. പലപ്പോഴും സാധാരണക്കാരൻ 36%, 40% കൊള്ളപ്പലിശയ്ക്ക് മൈക്രോ ഫിനാൻസിൽ നിന്ന് കടമെടുക്കുന്നത് എന്തെങ്കിലും കൺസ്യൂമർ ഗുഡോ, ബൈക്ക് വാങ്ങാനോ അല്ലെങ്കിൽ വില കൂടിയ ഫോൺ വാങ്ങാനോ ആണ്. കേരളത്തിൽ മിക്കവാറും ലോട്ടറി എടുക്കുന്നത് ശരാശരി മാസം 20,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ്. എല്ലാ മാസവും ശരാശരി 500 രൂപയോ 1000 രൂപയോ ചിലവാക്കി ലോട്ടറി എടുത്ത് വലിയ സ്വപ്നം കാണുന്ന ലോട്ടറി അഡിക്റ്റുകളുണ്ട്. സത്യത്തിൽ സർക്കാർ പാവങ്ങൾക്ക് സ്വപ്നം വിറ്റ് കാശടിക്കുന്ന സംഘടിത തട്ടിപ്പിന്റെ പേരാണ് ലോട്ടറി. ഇങ്ങനെയുള്ള വലിയ സ്റ്റാറ്റസ് കോ ആസ്പെറിംഗ് സമൂഹത്തിൽ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബർഡൻ ഓഫ് എക്സ്പെക്ടേഷൻ ആണ്. അത് വീട്ടുകാരിൽ നിന്നും, എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നും, പിയർ പ്രഷറിൽ നിന്നും ഭയങ്കരമാണ്. എങ്ങനെയെങ്കിലും സക്സസ് ആവുക എന്ന ക്രേസ്. ലോവർ മിഡിൽ ക്ലാസ്സിന് അപ്പർ മിഡിൽ ക്ലാസ് സ്വപ്നങ്ങൾ, അപ്പർ മിഡിൽ ക്ലാസ്സിന് കോടിപതി സ്വപ്നങ്ങൾ, പാവപ്പെട്ടവർക്ക് ലോവർ മിഡിൽ ക്ലാസ് സ്വപ്നങ്ങൾ. ഇന്ന് ഈ ബർഡൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ചെറുപ്പക്കാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഡിപ്രവേഷൻ ഇനിക്വാലിറ്റി മൈൻഡ് സെറ്റ് ആണ്. നിരന്തരം ചെറുപ്പക്കാരിൽ മറ്റൊരാൾക്കൊപ്പം വളരാനുള്ള നിർബന്ധം അടിച്ചേൽപ്പിക്കുകയാണ്. മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്ത് ഹം കിസി സേ ഹം നഹി എന്ന മനസ്ഥിതി. മക്കളുടെ കല്യാണം വൻ നിലയിൽ കടമെടുത്ത് 10ഉം 20ഉം ലക്ഷം മുടക്കി നടത്തി 25 ലക്ഷം കടം 50 ലക്ഷമായി വീട് ജപ്തി വന്ന കേസുകളുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാനാണ് വീട് പണിയുന്നത്, മറ്റുള്ളവരെ കാണിക്കാനാണ് വണ്ടി വാങ്ങുന്നത്, മറ്റുള്ളവരെ കാണിക്കാനാണ് കല്യാണത്തിന് ദശലക്ഷങ്ങൾ ചിലവാക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കാനാണ് വീട് പണയം വെച്ച് എന്തെങ്കിലും ഏജൻസി വഴി കുട്ടികളെ വെളിയിൽ വിടുന്നത് എന്നതാണ് അവസ്ഥ. പലപ്പോഴും ഇങ്ങനെ കടം കയറി വിഷമത്തിലാകുമ്പോൾ ചിലർ ആത്മീയ വഴിക്ക് പോകും. നേർച്ച കാഴ്ചകൾ, അല്ലെങ്കിൽ പ്രവാചകൻ, അതുമല്ലെങ്കിൽ കൃപാസനം, അല്ലെങ്കിൽ ബിവറേജിൽ പോയി ഒരു ക്വാർട്ടർ അടിക്കും. കേരളത്തിൽ ഇന്ന് പല ചെറുപ്പക്കാരെയും അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എഞ്ചിനീയറിംഗിന് വിടും. അവർ സപ്ലി കൂടി എങ്ങും എത്താതെ ലൂസർ മൈൻഡ് സെറ്റിൽ അത് മറക്കാൻ ആദ്യം കഞ്ചാവിൽ തുടങ്ങി, പിന്നെ അത് പോരാഞ്ഞിട്ട് ലഹരിയിലേക്ക് പോകും. അവസാനം ഈ ബർഡൻ ഓഫ് എക്സ്പെക്ടേഷൻ വയലന്റ് ആകും. ലൂസർ ആകുന്നവർ പലപ്പോഴും ഒന്നുകിൽ സ്വയം പീഡിപ്പിക്കും, അല്ലെങ്കിൽ കലിപ്പ് എവിടെയെങ്കിലും തീർക്കും. മക്കൾ അപ്പനെയോ അമ്മയെയോ കൊല്ലുന്ന കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും നാട് വിടുന്നത് ഈ ബർഡൻ ഓഫ് എക്സ്പെക്ടേഷനിൽ നിന്നും, അത് നടക്കാതെ വരുമ്പോൾ തോന്നുന്ന ആത്മഹത്യയിൽ നിന്നും, കൊലപാതക ത്വരയിൽ നിന്നും, ലഹരി മരുന്നിൽ നിന്നും രക്ഷപ്പെട്ട അനോണിമിറ്റിക്കാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വീട് പണയം വെച്ചും വസ്തു വിറ്റും മക്കളെ ഏതെങ്കിലും സാൻ മോനിക്കയോ അല്ലെങ്കിൽ ഇന്ന് മുക്കിന് ഏജൻസി വഴിയോ പലരും പിള്ളേരെ വിടുന്നത് പല കാരണം കൊണ്ടാണ്. അതിലൊന്ന് ഭയമാണ്. എങ്ങനെയെങ്കിലും വെളിയിൽ പോയി മണിക്കൂർ കണക്കിന് ഓൾഡ് ഏജ് ഹോമിലോ റെസ്റ്റോറന്റിലോ പണിയെടുത്താലും വേണ്ടില്ല, ഇവിടെ തെക്ക് വടക്ക് നടന്ന് കള്ളും കഞ്ചാവും ലഹരിയിൽ പെടില്ല എന്ന ആശ്വാസം, അങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന സമാധാനം. മറ്റു ചിലർ വിടുന്നത് പിയർ പ്രഷർ കൊണ്ടാണ്. അതായത് അയലത്തെ ചെറുക്കൻ കാനഡയിൽ പോയി, അപ്പോൾ നമ്മുടെ പയ്യനെ UK വിട്ടു. മോൾക്ക് ഇവിടെ അഡ്മിഷൻ പ്രയാസം, അപ്പോൾ ഏജൻസി പറഞ്ഞു സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ വെറും 20 ലക്ഷം ഉണ്ടെങ്കിൽ വെളിയിൽ പോകാം, പിന്നെ സ്റ്റേ ബാക്ക്, നല്ല ജോലി മതി, അത്രയും മതി. നമ്മുടെ ഭാഗ്യക്കുറി സ്വപ്നം പോലെ ചിലർക്ക് ഭാഗ്യക്കുറി അടിച്ചാൽ പിന്നെ അത് പരസ്യം ചെയ്ത് പിള്ളേരെ പിടിക്കും. മക്കൾ വിദേശത്ത് പഠിക്കുന്നു എന്നതും സ്റ്റാറ്റസ് സിംബൽ ആണ്. പിയർ പ്രഷർ കൊണ്ട് 50,000 രൂപയുടെ ഫോൺ വാങ്ങി കടം വീട്ടാൻ കൊട്ടേഷൻ ഗ്യാങ്ങിൽ എത്തിച്ചേരുന്ന പിള്ളേരുണ്ട്. അതുപോലെ ആരെയെങ്കിലും കളിപ്പിച്ചോ അല്ലെങ്കിൽ തരികിട കാണിച്ചോ ഒരുത്തൻ വലിയ കാറിൽ ഇറങ്ങി അല്പം ഇംഗ്ലീഷ് കാച്ചി വന്നാൽ നമ്മുടെ പല രാഷ്ട്രീയക്കാരും വീഴും. ഏത് ചെകുത്താനും വലിയ കാറിൽ വന്ന് 5 ലക്ഷം 10 ലക്ഷം സംഭാവന തന്നാൽ
ഏതു കൊമ്പനും മൂക്കും കുത്തി വീഴുമെന്ന് സാരം. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പണ്ട് തെങ്ങിൽ കയറി തേങ്ങ മോഷ്ടിച്ച ഒരാൾ ഗൾഫിൽ പോയി അല്പം തരികിട നടത്തി ബിസിനസ്സുകാരനായി. 50-60 ലക്ഷത്തിന്റെ വണ്ടി കടം വാങ്ങി. പിന്നെ നാട്ടിലുള്ള സെലിബ്രിറ്റിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും കൂടെ സെൽഫി. പോരെ പ്രതാപം? അങ്ങനെ 50 ലക്ഷത്തിന്റെ ആസ്തി ഇല്ലാത്തവൻ എവിടെ നിന്നെങ്കിലും ഒരു പഴയ ബെൻസ് എടുത്ത് കോടീശ്വരൻ ചമയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവസാനം അതൊക്കെ വെച്ച് കോടിക്കണക്കിന് കടമെടുത്തിട്ട് അങ്ങ് മുങ്ങും. കാശുള്ളവരെ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും പാർട്ടി ഭേദമന്യേ ഇഷ്ടമാണ്. കേരളത്തിൽ മോൻസൺ മാവുങ്കലും ലക്ഷ്മി മേനോനും ടോട്ടൽ ഫോർ യുവും ഒക്കെ നടക്കുന്നത് നമ്മുടേതൊരു രോഗാതുരമായ സമൂഹം ഉള്ളത് കൊണ്ടാണ്. അതായത് ലോവർ മിഡിൽ ക്ലാസ് ആസ്പയറിംഗ് സമൂഹം.